കോഴിക്കോട് മലാപ്പറമ്പ് ഫ്ളാറ്റിലെ സെക്സ് റാക്കറ്റിന് പിന്നിൽ കൂടുതൽ പേരുണ്ട് എന്ന് സംശയിച്ച പോലീസ്. ഒന്നാം പ്രതിയായ ബിന്ദു സമാന കേസുകളിൽ ഇതിനു മുൻപും അറസ്റ്റിലായിട്ടുണ്ട്. 2022 മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിനാണ് ബിന്ദു ഏറ്റവും ഒടുവിൽ പിടിയിലായിരുന്നത്. ആ കേസിലെ 9 പ്രതികളെയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിൽ 3 പേർക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന ഉപാധിയോടുകൂടിയാണ് അന്ന് ജാമ്യം അനുവദിച്ചത്. വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ ഉടമയ്ക്ക് നൽകിയ വിവരം വ്യാജമാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഖില CP ചേരുന്നു. അഖില, ഇപ്പോൾ എന്തൊക്കെയാണ് ഈ കേസിൽ കൂടുതലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇനി ആരെങ്കിലും പിടികൂടാനുണ്ടോ? എന്താണ് വിവരം? ദിവ്യേഷ് ആര്യ, ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ബിന്ദു ഇതിനു മുൻപും സമാനമായ കേസിൽ പ്രതിയായിരുന്നു. അതിൽ അറസ്റ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് ഈയപ്പാടി ഫ്ളാറ്റിൽ നിന്ന് 9 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. അതിൽ 6 സ്ത്രീകളും 3 പുരുഷന്മാരുമായിരുന്നു. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമകൾ, അപ്പാർട്ട്മെന്റിന്റെ 4 ഉടമകളാണുള്ളത്. ആ ഉടമകളെ അറിയിച്ചിരുന്നത് ഞങ്ങളൊരു ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വീട് വാടകയ്ക്ക് എടുക്കുന്നത് എന്നൊരു കാര്യമാണ് ഉടമകളെ അറിയിച്ചിരുന്നത്. പിന്നീട് ഈ അയൽ ഫ്ളാറ്റുകളിലുള്ളവരൊക്കെ ഇവരെ കുറിച്ച് വ്യാപകമായി പരാതികൾ പറയാൻ തുടങ്ങി. ഈ പരാതികൾ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ ഉടമകൾ ഇവരോട് അന്വേഷിച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഈ സമീപത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങളുടെ ഒരു ബന്ധു കിടപ്പിലായിട്ടുണ്ട്, ആ ചികിത്സ തുടരുകയാണ്, അവരെ സന്ദർശിക്കാൻ ബന്ധുക്കൾ എത്തുന്നതാണ്, അതുകൊണ്ടാണ് എന്നും ആളുകൾ വന്നു പോകുന്നത് എന്നുള്ളൊരു നുണയായിരുന്നു ഉടമകളെ അറിയിച്ചിരുന്നത്. പിന്നീടും ഈ അപ്പാർട്ട്മെന്റ് പരിസരത്തുള്ളവർ പോലീസിനുൾപ്പെടെയുള്ളവർക്ക് വിവരം നൽകി. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഫ്ളാറ്റ് നിരന്തരം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണത്തിന്റെ ഫലമായാണ് ഇന്നലെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 9 പേരിൽ 8 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഒരാൾ, ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ബിന്ദു മാത്രമാണ് റിമാൻഡിലുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കൂടുതൽ ആളുകൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.